നോൺ ബയോളജിക്കൽ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനമന്ത്രിയെയും ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ. നോൺ ബയോളജിക്കൽ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലോ. അതുപോലെ തന്നെ അവിടുത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമനും. അങ്ങനെ വരുമ്പോൾ നിർമ്മല സീതാരാമനെയും നരേന്ദ്രമോദിയെയും ശക്തമായി വിമർശിക്കുകയാണ് ഇവിടെ. രാജ്യത്തെ സാധാരണ ജനങ്ങൾ പെട്രോൾ ഡീസൽ വിലവർധനവിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലക്കയറ്റമാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക്. ഇതിന് കാരണം സർക്കാരിന്റെ കഴിവുകേടാണ് എന്ന് പറഞ്ഞ് ആഞ്ഞടിക്കുകയാണ് നിർമ്മല സീതാരാമൻ. അതുപോലെ തന്നെ ജനങ്ങളുടെ മേൽ ഇത്ര വലിയ നികുതി ഏർപ്പെടുത്തുന്നതിനെയും അവർ വിമർശിക്കുകയാണ്. അവർ പറയുന്നത് കേട്ടുകൊള്ളൂ. आम आदमी जो गोल्ड में इतना इन्वेस्ट नहीं करता, उनका रोजगार देखने के लिए पेट्रोल डीजल खरीदता, उसका भी महंगा कर दिया आपने। प्याज भी महंगी हो गई। आखिर कौन सा ऐसी चीज बचा इस सरकार के हाथ से ड्यूटी, टैक्स, विड्रॉल ऑफ सब्सिडी से? इसीलिए मिसमैनेजमेंट इकोनॉमी का इतनी दूर तक चला गया। आज कोई भी विषय सरकार छोड़ने वाले नहीं है। टैक्स होगा, ड्यूटीज होगा और उससे और ज्यादा महंगाई भी बढ़ेगी। ये सरकार इस इकोनॉमी को मैनेजमेंट करना छोड़. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ നിർവാഹമില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് തൊഴിൽ അന്വേഷിച്ചു പോകുന്നതിന് പെട്രോളും ഡീസലും വാങ്ങിക്കുന്നതിന് നിങ്ങൾ വലിയ വിലവർധനവാണ് വരുത്തിയിരിക്കുന്നത്. സവോളയ്ക്ക് വലിയ വിലവർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കീഴിൽ എന്താണ് നികുതിയും ടാക്സും ഈടാക്കാത്തതും സബ്സിഡി നിർത്തലാക്കാത്തതുമായി ഉള്ളത്? ഈ കാരണത്താൽ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ഇത്ര വലിയ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നികുതിയും ഡ്യൂട്ടിയും ഇല്ലാത്ത ഒരു സാധനങ്ങളുമില്ല. അതിനു പുറമെ വിലക്കയറ്റം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സർക്കാർ സാമ്പത്തിക രംഗത്തെ മാനേജ് ചെയ്യുന്നത് അവസാനിപ്പിക്കണം. കേട്ടില്ലേ നിർമ്മല പറഞ്ഞത്? സർക്കാരിന്റെ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് നികുതി ഇത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന് കഴിവില്ലാത്തത് കൊണ്ടാണ് ക്രൂഡ് ഓയിലിന്റെ വില ഇത്രയും കുറഞ്ഞിട്ടും റഷ്യയിൽ നിന്നും വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിട്ടും പെട്രോളിന്റെയും ഡീസലിന്റെയും വില ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നത്. മോദിയുടെ നോൺ ബയോളജിക്കൽ സർക്കാരിന്റെ കഴിവുകേട് കൊണ്ടാണ് വിലക്കയറ്റം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്നത്. ഇവർ പറഞ്ഞത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് എന്ന് മാത്രം. അന്ന് ക്രൂഡ് ഓയിൽ വില ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി ആയിരിക്കുമ്പോഴും പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇതിലും വളരെ കുറവായിരുന്നു. അന്നുള്ളതിന്റെ 10 ഇരട്ടിയോളമാണ് ഇന്ന് ടാക്സ് കളക്ഷൻ. ജനങ്ങളുടെ മേൽ ഇത്ര വലിയ നികുതി ഏർപ്പെടുത്തിയിട്ടും ഇവർക്ക് ഒന്നിനും തികയുന്നില്ല. ഇവരുടെ ഈ ജുംലകൾ കേട്ടാണ് 5 പൈസയുടെ വിദ്യാഭ്യാസമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത, അധികാരത്തോട് മാത്രം ആർത്തിയുള്ള ഇവരെ ഇന്ത്യയുടെ ഭരണം ജനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തത്. ഇപ്പോൾ സാധാരണക്കാർ മാത്രമല്ല, കൊടും സംഖ്യകളും അനുഭവിക്കുകയാണ് ഇവരുടെ കഴിവില്ലായ്മയുടെയും വിവേകമില്ലായ്മയുടെയും പരിണത ഫലം. എന്നാൽ മതത്തിൽ മത്തുപിടിച്ച സംഖ്യകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആങ്ങള ചത്താലും നാത്തൂന്റെ കണ്ണീർ കണ്ടാൽ മതി എന്നാണ് അവരുടെ ചിന്ത.